بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 59 അൽ-കഹ്ഫ് സൂറത്തിലെ 56 മുതൽ ആയത്തുകൾ എടുക്കും. ഒറ്റവാക്കർത്ഥവും തഫ്സീർ പ്രകാരമുള്ള വിശദീകരണവും ഓരോ ക്ലാസ്സിലും ഉണ്ടായിരിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ വീഡിയോകളും എളുപ്പത്തിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതുമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീന വയുജാദിലുൽ ലദീന കഫറൂ ബിൽ ബാത്തിൽ ليدخلوا به الحق واتخذوا آياتي وما أنذروا هزوا. അൽ-കഹ്ഫ് സൂറത്തിലെ 56-ാമത്തെ ആയത്താണ് ഞാൻ ഓതി വെച്ചത്. വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന മുൻദിരീന. വമാ നുർസിലു, നമ്മൾ അയക്കുന്നില്ല, അൽ മുർസലീന, പ്രവാചകന്മാരെ. മുർസല്, റസൂല്. മുർസല് എന്ന് പറഞ്ഞതിൻ്റെ ബഹുവചനമാണ് മുർസലീന എന്നുള്ളത്. പ്രവാചകന്മാരാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇല്ലാ മുബശ്ശിരീന, സന്തോഷം അറിയിക്കുന്നവരായിട്ടല്ലാതെ. ബഷറ എന്ന ഫേലിൻ്റെ ഇസ്മു ഫായിലാണ് മുബശ്ശിർ എന്നുള്ളത്. അതിൻ്റെ ബഹുവചനാണ്. ബഷറ, സന്തോഷം അറിയിച്ചു. മുബശ്ശിർ, സന്തോഷം അറിയിക്കുന്നവൻ. മുബശ്ശിരീന, സന്തോഷം അറിയിക്കുന്നവർ. മുബശ്ശിറൂന എന്നും പറയും, സന്തോഷം അറിയിക്കുന്നവർ എന്നുള്ളത്. ഇവിടെ മുബശ്ശിരീന എന്നാണ് പറയും. ഇല്ലാ മുബശ്ശിരീന. മുന്തിരീന, അതും അങ്ങനെ തന്നെ. അന്തറ എന്ന ഫേലിൻ്റെ നിന്നുള്ള ഇസ്മു ഫായിലാണ് മുന്തിർ എന്നുള്ളത്. മുന്തിരീന, മുന്തിർ താക്കീത് ചെയ്യുന്നവൻ അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ ബഹുവചനമാണ് മുന്തിരീന. അപ്പോൾ സന്തോഷം അറിയിക്കുന്നവരെയും മുന്തിരീന, താക്കീത് ചെയ്യുന്നവരുമായിട്ടോ അല്ലാതെ പ്രവാചകന്മാരെ നമ്മൾ അയക്കുന്നില്ല എന്നർത്ഥം. വയുജാദിലുല്ലദീന കഫറൂ, അവിശ്വസികളായ ആളുകൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. വയുജാദിലു, തർക്കിക്കുന്നു. ജാദല എന്ന ഫേലിൻ്റെ മുദാരിയായ ഫേലാണ് യുജാദിലു എന്നുള്ളത്. യുജാദിലു, ജാദല, യുജാദിലു. യുജാദിലു, തർക്കിക്കുന്നു. അല്ലദീന കഫറു, അവിശ്വസികളായ ആളുകൾ. അല്ലദീന എന്ന് പറയുന്നത് തർക്കിക്കുന്നത് ആരാണ്? അല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ. അല്ലദീന എന്നുള്ളത് യുജാദിലുവിൻ്റെ ഫായിലാണ്. അവിശ്വാസികളായ ആളുകൾ തർക്കിക്കുന്നു. ബിൽ ബാത്തിലി, തെറ്റായ കാര്യങ്ങൾ കൊണ്ട്, യഥാർത്ഥമല്ലാത്ത കാര്യങ്ങൾ കൊണ്ട്. ഈ യുദ്ഹിലു ബിഹിൽ ഹക്ക, അതിൻ്റെ ഉദ്ദേശം, അവരുടെ ഉദ്ദേശം എന്താക്കി? യുദ്ഹിലു, അവർ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. അൽ ഹക്ക, യാഥാർത്ഥ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ബാത്തിലായ കാര്യങ്ങൾ കൊണ്ട് അവർ തർക്കിച്ചുകൊണ്ടിരിക്കും. വത്തഹദു, അവരാക്കുകയും ചെയ്തിട്ടുണ്ട്. ആയാത്തി, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ. അള്ളാഹു പറയാണ്, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ. ഞാൻ പ്രവാചകന്മാർക്ക് നൽകുന്ന മുഅ്ജിസത്തുണ്ട്. പ്രവാചകത്വമായിട്ട് ഞാൻ അയക്കുമ്പോൾ ഓരോ പ്രവാചകന്മാർക്കും ഓരോ തരത്തിലുള്ള മഹാഭൂരിപക്ഷം പ്രവാചകന്മാർക്കും ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട്, മുഅ്ജിസത്തുകൾ. ആ മുഅ്ജിസത്തുകളെ അവരെ തള്ളിപ്പറയുകയും അത് വിസ്മരിസമാണെന്ന് പറഞ്ഞ് തള്ളുകയും ചെയ്യാണ്. അപ്പം അതിന് പരിഹസിച്ചു തള്ളും. വമാ ഉന്തിറു, അവർക്ക് താക്കീത് നൽകപ്പെട്ട കാര്യങ്ങളെയും അവർ ഹുസുവൻ, പരിഹസിച്ചു തള്ളുകയാണ്.
അവർ ചെയ്യുന്നത്. ഇത് അവിശ്വാസികൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള അവിശ്വാസികളെ താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതെല്ലാം നന്നായി പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായി സ്വീകരിക്കുന്ന ആളുകളും നല്ല ഹൃദയശുദ്ധിയോടുകൂടെ സ്വീകരിക്കുന്ന ആളുകളും കാപട്യം വെച്ച് സ്വീകരിക്കുന്നത് എല്ലാം ഹൃദയശുദ്ധിയോടെ ഇഖ്ലാസോടുകൂടെ സ്വീകരിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്നും സ്വർഗീയ നിഅമത്തുകൾ അനുഭവിക്കാൻ അവർക്ക് സാധിക്കുമെന്നും ഉള്ള സന്തോഷ വാർത്ത അറിയിക്കാനും മാത്രമായിട്ടാണ് പ്രവാചകന്മാരെ അയക്കുന്നത് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 5 കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സന്തോഷം അറിയിക്കുക, നല്ല ആളുകളെ സന്തോഷം അറിയിക്കുക, അല്ലാത്ത ആളുകളെ, അവിശ്വാസികളായ ആളുകളെ, പ്രവാചകന്മാർ പറഞ്ഞത് സ്വീകരിക്കാത്ത ആളുകളെ താക്കീത് ചെയ്യുക, മുന്നറിയിപ്പ് നൽകുക. പിന്നെ കാഫിറുകൾ, അവിശ്വാസികളായ ആളുകൾ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളെ കൊണ്ട് യാഥാർത്ഥ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവർ തർക്കിച്ചുകൊണ്ടിരിക്കുക. അവർ എൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവരോട് താക്കീത് ചെയ്യപ്പെട്ട കാര്യങ്ങളെയും പരിഹസിച്ച് തള്ളുകയാണ്. അപ്പോൾ 4-5 കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. 56-ാമത്തെ ആയത്ത്. ഇതിൻ്റെ തഫ്സീർ വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന മുൻദിരീന. മുബശ്ശിർ എന്ന് പറയുന്നത് സന്തോഷം അറിയിക്കുക. ആരെ സന്തോഷം അറിയിക്കുന്നത്? മൻ സദ്ദഖഹും വആമന ബിഹി. പ്രവാചകന്മാർ പറഞ്ഞതിന് സത്യസന്ധമായി അംഗീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്ത ആളുകളെയാണ് സന്തോഷം അറിയിക്കുന്നത്. സന്തോഷം അവർക്ക് സ്വർഗമുണ്ടെന്നും സ്വർഗീയ നിഅമത്തുകൾ അവർക്ക് അനുഭവിക്കാമെന്നുമുള്ള കാര്യങ്ങളൊക്കെ സന്തോഷം അറിയിക്കുന്നത്. മറ്റുള്ള ഇതിൻ്റെ എതിരുള്ള ആളുകൾ അവിശ്വാസികളാണ്. ഇതിനെ അവർ തള്ളിക്കളയുക, പ്രവാചകന്മാർ പറഞ്ഞതിനെ തള്ളിക്കളയുകയും അത് അവിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷ വരാനിരിപ്പുണ്ട്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ആളുകൾ, ജനങ്ങൾ, അവർ അനുഭവിച്ച മാതിരിയുള്ള ശിക്ഷകൾ നിങ്ങളും അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള മക്കയിലുള്ള ഖുറൈശികളോട് ലോകത്താകമാനമുള്ള അവിശ്വാസികൾക്കും താക്കീത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ മുൻദിരീന ലിമൻ കദ്ദബഹും വഖാലഫഹും. പ്രവാചകന്മാരെ തള്ളിപ്പറയുകയും അവരെ കളവാക്കുകയും ചെയ്ത ആളുകൾ അവരെ താക്കീത് ചെയ്യും. സുമ്മ അഖ്ബറ അനിൽ കുഫാരി. ഇനി കാഫിറുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. കാഫിറുകൾ, ഈ അവിശ്വാസികൾ, ജന്നഹും യുജാദിലൂന ബിൽ ബാത്തിൽ. അവർ തെറ്റായ കാര്യങ്ങളെ കൊണ്ട്, അയഥാർത്ഥമായ കാര്യങ്ങളെ കൊണ്ട് തർക്കിച്ചുകൊണ്ടിരിക്കുക. ഹക്കിനെ ബലഹീനമാക്കാൻ വേണ്ടി, സത്യത്തെ യാഥാർത്ഥ്യത്തെ ബലഹീനമാക്കുക, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. അല്ലദീ ജാഅത്തുഹും ബിഹി. പ്രവാചകന്മാർ കൊണ്ടുവന്ന സത്യസിദ്ധമായ കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. വലൈസ ദാലിക ബിഹാസിലില്ലഹും. അതവർക്ക് ലഭ്യമാവുന്നതല്ല. അങ്ങനെ ഈ സത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ അവർ ഉദ്ദേശിച്ചാൽ ഒരിക്കലും നടക്കില്ല. പിന്നെ തെന്നല്ല വത്തഹദു ആയാത്തി വത്തഹദുൽ ഹുജ്ജത വൽ ബറാഹീന. ലക്ഷ്യങ്ങളെയും തെളിവുകളെയും അവരാക്കി ഹവാരിഖുൽ ആദാത്തി മുഅ്ജിസത്തുകളെയും അവരാക്കി. ഇത് പ്രവാചകന്മാർ വരുമ്പോൾ അവർക്ക് നൽകുന്ന തെളിവുകളും ലക്ഷ്യങ്ങളും പിന്നെ മുഅ്ജിസത്തുകളും ഇതിനെല്ലാം അവരാക്കി. വമാ ഉൻദിറൂ ബിഹിം വമാ ഉൻദിറു അൻദറഹും വമാ അൻദറൂഹും. പ്രവാചകന്മാർ താക്കീത് ചെയ്ത കാര്യങ്ങളും മിനൽ അദാബി, ശിക്ഷ വരാനിരിപ്പുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെ അവരാക്കി ഹുസുവൻ, പരിഹാസ്യമാക്കി. സഖിറൂ മിൻഹും ദാലിക. അതിനെല്ലാം അവർ പരിഹാസ്യമാക്കി തള്ളിക്കളഞ്ഞു. വഹുവ അശദ്ദു തക്ദീബാണ്. ഇത് ഏറ്റവും
വലിയ നിലയ്ക്കുള്ള കളവാക്കലാണ്. സാധാരണ കളവാക്കുന്നതുകൊണ്ട് പരിഹസിച്ച് തള്ളിക്കളയുന്നുമുണ്ട്. പരിഹസിച്ച് തള്ളിക്കളയുന്നത് ഏറ്റവും വലിയ നിലയിലെ പ്രവാചകന്മാരെ കളവാക്കുന്ന ചെയ്തിയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇനി 57-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നു, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാഹു ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂ വഫീ ആദാനിഹിം വഖറാ وإن تدعوهم إلى الهدى فلن يهتدوا إذا أبدا. വമൻ അദ്ലമു, ഏറ്റവും അക്രമിയായിട്ടുള്ള ആരാണുള്ളത്? മിമ്മൻ ദുഃഖിറ ബിആയാതി റബ്ബിഹി. മിമ്മൻ ദുഃഖിറ ബിആയാതി റബ്ബിഹി. മിമ്മൻ ഒരുത്തനേക്കാൾ, ചിലരേക്കാൾ അക്രമിയായിട്ടുള്ള വേറെ ആരുണ്ട്? ആരുമില്ല എന്നാ പറയാൻ പോകുന്നത്. ചിലരെന്ന് പറഞ്ഞത് ദുഃഖിറ, അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടു. ബി ആയാത്തി റബ്ബിഹി, അവൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ ആയത്തുകളെ കൊണ്ട് അവൻ ഉത്ബോധനം നൽകപ്പെട്ടു. എന്നിട്ടോ ഫഅറദ അൻഹ, ഈ ആയത്തുകളെ, ഉത്ബോധനം ചെയ്യപ്പെട്ട ആയത്തുകളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞു പോവുകയാണ്, അതിനെ അവഗണിക്കുകയാണ്. നസിയ, അപ്പൊ അവഗണിക്കുക, ഈ ആയത്തുകളെ, ഈ ഉത്ബോധനത്തെ അവഗണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോവുക. അവനേക്കാൾ അക്രമിയാരുണ്ട്? പിന്നെ തന്നെയല്ല, വനസിയ, അവൻ മറന്നുപോയിരിക്കുകയാണ്. മാ ഖദ്ദമത്തി യദാഹു, മറന്നത് എന്നെല്ലാം മറന്നതായിട്ട് അഭിനയിക്കുകയാണ്. മാ ഖദ്ദമത്തി യദാഹു, അവൻ്റെ കൈകൾ മുമ്പ് പ്രവർത്തിച്ച തെറ്റായ കാര്യങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ഈ കുറ്റകൃത്യങ്ങളൊക്കെ അവൻ മറന്നുപോയിട്ടുണ്ട്. എന്നിട്ട് ഇവൻ പിന്തിരിഞ്ഞു പോവുക. അവനേക്കാൾ അക്രമി ആരുണ്ട് എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. എന്നാൽ ഇന്നാ ജഅൽനാ, തീർച്ചയായും നമ്മൾ ജഅൽനാ, നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്, അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ, അക്കിന്നതൻ, ചില മൂടികൾ, അഗത്യത്ത് വിഷാവത്ത്, മൂടികളാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് പെട്ടെന്ന് കണ്ട് അയ്യഫ്ഖഹൂ, അവർക്ക് മനസ്സിലാക്കുന്നതിന് തടസ്സമായിട്ട് ചില മൂടികൾ വെച്ചിട്ടുണ്ട് ഹൃദയങ്ങളിൽ. അവരുടെ ചെയ്തികൾ കാരണമായിട്ടാണ് അള്ളാഹു ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അവര് കയ്യിരിപ്പ് ശരിയല്ല, തെറ്റായ നിലക്കാണ് അവർ നീങ്ങുന്നത്. ശരിയായ നിലക്ക് നീങ്ങാനുള്ള എല്ലാ വഴികളും അവർക്കുണ്ട്, എല്ലാ ഖിയാറും അവർക്കുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് അവര് തെറ്റായ നിലക്ക് നീങ്ങുക. ഒഫി ആദാനിഹിം, അവര് ചെവിടുകളാണെങ്കിലോ വക്കറാൻ, അതിൽ ഒരടപ്പിട്ട് മൂടിയിരിക്കുക ചുവട്. അത് മാനവീയായ ഒരു ബധിരത അവർക്ക് ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലാഹു തആല. മാനവീയായ ബധിരത എന്ന് പറഞ്ഞാൽ അവർക്ക് ചെവിടൊക്കെ നന്നായി കേൾക്കാനും കഴിയുന്നുണ്ട്, അവർക്ക് അംഗവൈകല്യമൊന്നുമില്ല. പക്ഷെ മാനവീയായ ബധിരതയാണ്, സത്യം അവർക്ക് കേൾക്കാൻ കഴിയാത്ത നിലക്കില്ല. ഒരു മൂടി വെച്ചിട്ടുണ്ട്, ഒരടപ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വൈൻ തദ്ഉഹും, അവരെ നീ ക്ഷണിക്കുകയാണെങ്കിൽ, ഇലൽ ഹുദ, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ, ഫലൻ യഹ്തദു, ഒരിക്കലും ആ ക്ഷണം അവർ സ്വീകരിക്കില്ല. സന്മാർഗത്തിലേക്കുള്ള ക്ഷണം അവർ സ്വീകരിക്കില്ല. ഇതൻ, അപ്പോൾ, ക്ഷണിക്കുമ്പോൾ, അബദൻ, ഒരിക്കലും അവർ സ്വീകരിക്കില്ല. ഇതിൻ്റെ ഒറ്റവാക്ക് അർത്ഥങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി തഫ്സീർ പറയാം. അള്ളാഹുവിൻ്റെ അടിമകൾ, അവരിൽ നിന്ന് ഏറ്റവും അക്രമിയായ ആരുണ്ട്? ദുഃഖിറ ബി ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവരോട് പറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരെ ഉത്ബോധനം ചെയ്യപ്പെട്ടു ആയത്തുകൾ മുഖേന. എന്നിട്ടോ ഫഅറദ, അവൻ പിന്തിരിഞ്ഞു പോയി, ബിഹ അൻഹ, ഈ ആയത്തുകളിൽ നിന്ന്. വനസിയ, തനാസാഹ, ഈ ആയത്തുകളെ സംബന്ധിച്ച് അവൻ മറന്നു. തനാസാഹ,
മാ ഖദ്ദമത്തി യദാഹു, അവന്റെ കൈകൾ മുമ്പ് പ്രവർത്തിച്ച കുറ്റകൃത്യങ്ങളുണ്ടല്ലോ, മോശമായ കാര്യങ്ങളും പിന്നെ തെറ്റായ പ്രവർത്തനങ്ങളൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്. അവൻ സ്വയം ചെയ്തിട്ടുണ്ട്. കൈകൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തത് എന്നർത്ഥം. അങ്ങനെ ചെയ്ത ഇതൊക്കെ അവൻ മറന്നതായിട്ട് അഭിനയിക്കുക. വജഅൽനാ ഖുലൂബി ഹൗലായി, ആ ആളുകളുടെ ഹൃദയങ്ങളിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ഋഷാവത്തൻ, ചില മൂടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തീയത്തൻ മൂടികൾ തന്നെ. എന്തായാലും അല്ലായഫമോ അവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഹാദൽ ഖുർആന, ഈ ഖുർആനെയും വൽ ബയാനെയും അള്ളാഹു ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ചതല്ലേ വരുള്ളൂ എന്നുള്ളത്. അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചെങ്കിൽ പിന്നെ എങ്ങനെ അവർ മനസ്സിലാക്കുക? അള്ളാഹു നിശ്ചയിച്ചത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് സത്യവും അസത്യവും തീരുമാനിച്ച് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ചെയ്തു വെച്ചിട്ടുണ്ട്. അവർ ഈ നിലയിലായപ്പോൾ അള്ളാഹു അവിടെ ഇങ്ങനെ ചെയ്തു എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അവരുടെ നീക്കങ്ങൾ അനുസരിച്ച് അള്ളാഹു അത് ചെയ്തു. പിന്നെ ഈ മൂടിവെക്കലും അല്ലെങ്കിൽ അടപ്പിടലും ഒക്കെ, അതാണ് മാനവിയായ ഒരു തടസ്സമുണ്ട് അവർക്ക് എന്ന് പറഞ്ഞത്. മൂടി വെച്ചിട്ടുണ്ട്, അവർ ഭദ്രതയുണ്ട് അവരുടെ ചെടികൾക്ക് എന്ന് പറഞ്ഞത്. സമമൻ മാനവീയൻ, ഒരു മാനവിയായ ഒരു ഭദ്രതയുണ്ട്. വൈൻ തരുവും, അവരെ ക്ഷണിക്കുകയാണെങ്കിൽ വലൻ എഴുത്തതു ഇതെന്നറിയാം, ഒരിക്കലും അവർ സന്മാർഗത്തിലേക്ക് വരില്ല. 2 ആയത്തുകളാണ് ഈ വീഡിയോയിൽ എടുത്തിട്ടുള്ളത്. ഇനി 3-ാമത്തെ ആയത്ത് മുതൽ അടുത്ത വീഡിയോയിൽ എടുക്കാം ഇൻഷാ അല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഹദീസിൽ പറഞ്ഞത് മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാണ് നിങ്ങളിൽ അത്യുത്തമന്മാർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉത്തമന്മാരായ ആളുകളിൽ പെടുത്തി ആഖിറത്തിൽ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന ദുആയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് 58-ാമത്തെ ആയത്ത് മുതൽക്ക് നമുക്ക് എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.